ഹായ് ഫ്രണ്ട്സ്, ജെടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടെങ്കിലും സോൾഡറിങ് അയൺ സ്റ്റാൻഡ് നിർമ്മിക്കാമെന്ന് നോക്കാം. ആ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അത് നിങ്ങളാരും കണ്ടുകൂടോ എനിക്കറിയില്ല. കാണാത്തൊരു താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇത് കാണാവുന്നതാണ്. നമ്മളിന്ന് അതിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് വലിയൊരു സ്റ്റാൻഡാണ്. ഇതിൽ കുറേ സംഭവം നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലുള്ളൊരു സോൾഡറിങ് അയണിൻ്റെ സ്റ്റാൻഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടതൊരു കമ്പി കഷ്ണം വേണം. ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിൻ്റെ കമ്പിൻ്റെ കുറച്ച് ചെറിയ കമ്പി നമുക്കൊരു പ്ലെയർ വെച്ചൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നൈസായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. റിയൽ ഷേപ്പിലാക്കിയിട്ട് ആ ഹോളിൻ്റെ പുറത്ത് വെക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഹോള് കുറച്ച് വലുതായതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വലുത് തന്നെയാണ്. നമ്മളതിൽ ഡ്രിൽ ബിറ്റ് ചെറുത് വലുതാണ്, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സ്ക്രൂ വേണം. സ്ക്രൂട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, നല്ലോണം ടൈറ്റ്. ഓക്കെ, അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടത്. ഇനി നമുക്ക് അടുത്ത എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അടുത്ത നമുക്ക് വേണ്ടതൊരു സിസ്റ്റം ഫാൻ വേണം. ഈ സിസ്റ്റം ഫാന് നമുക്ക് ഇതിനകത്തൊന്ന് വെക്കണം. കണക്ട് ചെയ്യേണ്ട ഹീറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് പോകാൻ അവിടെ ഈ വര വരച്ചിട്ടുണ്ട് ചതുരത്തിൽ. അതിനകത്ത് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് വെക്കണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹീറ്റ് പുറത്തോട്ട് പോകാനാണ് നമ്മളതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. അത് മാറിപ്പോയത്, അതാകുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോകാമായിരിക്കും. അതുകൊണ്ട് കറക്റ്റായി നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കൊന്ന് ഗ്ലൂ ചെയ്യണം. അപ്പോൾ അതിനകത്തൂടെ കുറച്ച് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, 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 റെഡി. ഇനി നമുക്ക് ആ സിസ്റ്റം ഫാൻ അതിനകത്തൊന്ന് ഇറക്കി വെക്കാം. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കുറച്ച് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേറെ ഏതെങ്കിലും പശയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്വിക്ക് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതതിൻ്റെ കിക്ക് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. അത് ഒന്നുകൂടി സ്ട്രോങ് കിട്ടാനും വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തിരിച്ച് വെച്ച് ഈ ഒരു സൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണ് വേണ്ടത് നോക്കാം. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ലെൻസ് വേണം നമുക്കിനി. ഈ ലെൻസ് ഇതിൻ്റെ ഈ ഒരു ഹോളിലാണ് നമ്മൾ വെക്കുന്നത്. ഹോളിൽ വെച്ച് കുറിയല്ല പരിപാടിയാണ്. അപ്പോൾ അവിടെ വെച്ച് ഹോള് ഓൾറെഡി ചെയ്തിരിക്കണം. അതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്കൊന്ന് സ്ക്രൂ ചെയ്തൊന്ന് ടൈറ്റ് ചെയ്യാം. സ്ക്രൂ ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ടൈറ്റ് ആയിട്ടുണ്ട്. നല്ലതായിട്ട് സ്ട്രോങ് വേണം. നമ്മളെടുത്തത് ഇവിടെ കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ ലെൻസിൻ്റെ കമ്പി. അതുകൊണ്ട് നിങ്ങൾക്ക് വലിപ്പം കൂടിയത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് വേണ്ടൊരു LED സ്ട്രിപ്പ് വേണം. ഇതിൽ നമ്മളൊന്ന് 3 LED ഉള്ളത് മാത്രം വെച്ചൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ ചെറുത് മതി. ഒന്ന് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തേക്കാം.
ഇനി അതിൻ്റെ പ്ലസ്സിലും മൈനസിലും നമുക്ക് ഓരോ വയർ സോൾഡർ ചെയ്ത് വെക്കാം. അതിനായിട്ട് അവിടേക്കുള്ള ലെങ്ത്ത് നോക്കിയിട്ട് എടുത്താൽ മതി, അല്ലാണ്ട് ലെങ്ത്ത് വേണമെന്നൊന്നുമില്ല. ലെങ്ത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കത്രി വെച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടറ്റം നിങ്ങൾക്കൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ സ്ട്രിപ്പർ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും മതി. രണ്ടറ്റം ഒന്ന് സ്ട്രിപ്പ് ചെയ്യാം. ഇനി നമുക്ക് സോൾഡറിങ്ങിൻ്റെ ഫ്ലെക്സിലൊന്ന് നോക്കിയിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നന്നായിട്ട് അത് പിടിച്ച് നിൽക്കുക. അതെ, അടുത്തത് നമുക്കൊന്ന് അത് കറക്റ്റായിട്ടുണ്ട്. കറക്റ്റ് അടുത്തതും ഓക്കെ. ഇനി ഇതിനകത്തൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡറിങ് ആദ്യം തന്നെ നമുക്കൊന്ന് അതിൽ പിടിപ്പിച്ച് വെക്കണം. എന്നാലുള്ളത് കറക്റ്റ് ഇതിൽ തന്നെ നിൽക്കുക. ഓക്കെ ഓക്കെ, സോൾഡർ ചെയ്തു. ഓക്കെ, ഓക്കെ, റെഡിയിട്ടുണ്ട്. ഇനി നമുക്ക് LED-ൻ്റെ ഭാഗത്ത് നിന്ന് സോൾഡർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇതിൻ്റെ പ്ലസ്സിൽ നമ്മളിവിടെ റെഡാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലസ്സിൽ നമ്മൾ റെഡാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് മൈനസിൽ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയൊരു കമ്പിയിലൊന്ന് പൊട്ടിച്ച് വെക്കണം. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് അതിന് മുമ്പ് ഒന്ന് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യണം. കാരണം ആ ഒരു പൊട്ടിച്ചത് എവിടെയും ടച്ചായി ഷോർട്ടാവാതിരിക്കാനും ഇളകി പോരാതിരിക്കാനും വേണ്ടിയാണ് നമ്മളത് ഗ്ലൂ ചെയ്യുന്നത്. നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് സോൾഡർ ചെയ്താൽ മതി. ഓക്കെ, അത് ചുറ്റി കൊടുത്തു. ഇനി നമുക്കിതാ ഈ ഒരു കമ്പിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെൻസിൽ വെക്കാനായിരുന്നു. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി റെഡി ആയില്ല. അതിങ്ങനെ തിരിക്കുന്ന ടൈമിൽ എനിക്ക് അതിനകത്തേക്ക് ഫ്ലാഷ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചേഞ്ച് ചെയ്തത് നമ്മൾ. ഇനി ഇതിനകത്തൊന്ന് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് കൊടുക്കുക. ഓക്കെ, ഇനി അതിൽ നമ്മൾ ആ ഒരു കമ്പി ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, റെഡിയായി. ഇനി അതിൻ്റെ മുകളിലും കൂടി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, റെഡി ഉണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തന്നതിനകത്ത് കൊടുക്കണം. ഒട്ടിച്ച് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഇനി നമുക്കൊന്ന് അതിൽ ഉറപ്പിച്ച് എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു.
ഇത് ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. മറ്റേത് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതെ, നമുക്കൊന്ന് അതിനകത്ത് വരട്ടി വെച്ചൊന്ന് സ്കൂർ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തൊന്ന് സ്റ്റോർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈറ്റായി അടുത്തൊരു വേറെ സ്കൂൾ വെച്ചും ടൈറ്റ് ചെയ്യണം കാണാനിരുന്നു. ഓക്കെ, റെഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ വയറിംഗ് വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് കറക്റ്റായി ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് കുറവുണ്ടാവും. കാരണം ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ കറണ്ട് പോയതാണ്. കറണ്ട് വന്നപ്പോഴത്തേന് ഞാനത് റെക്കോർഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ ഇത് കളയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെറിയ ക്ഷമ കഴിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ വയറൊന്ന് ഇതാക്കാം, മുറുകി കൊടുക്കാം. ടൈറ്റ് ആക്കിയിട്ടൊന്ന് തിരിച്ചു കൊടുത്ത് ഓർഡർ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, അതിന് നമുക്ക് ടൈറ്റാക്കിയിട്ടൊന്ന് നന്നായിട്ട് തിരിച്ചു കൊടുക്കണം. ഇതിലത് വിട്ടു പോരാത്ത രീതിയിലായിരിക്കണം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. വയർ ചെറുതായിട്ടൊന്ന് സ്ട്രിപ്പ് ചെയ്ത് അവിടെ കൊടുത്ത് ചെറുതായിട്ട് പോകുന്നു ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇനി അടുത്ത വയറും തിരിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തതിൽ ആദ്യം തന്നെ വന്നൊരു വയറുണ്ട്. ആ വയറിൽ ഇത് തിരിച്ചിട്ട് നേരെ കയറുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തുകൾ. ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത്താണ്. എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കാണാതെ നമുക്ക് സ്കിപ്പ് ചെയ്താലും പോകരുത്. ഓക്കെ, എന്നിട്ട് തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പം ഇത് കറക്റ്റായിട്ടൊന്ന് അതൊന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ, നമ്മളിതിൽ അകത്ത് കാണിക്കുന്നില്ല വീഡിയോയിൽ ഒരു ക്ലിപ്പ് നമുക്ക് ഇതിനകത്ത് വെക്കണം. ഞാൻ കാണിച്ചെന്നാൽ വിട്ടുപോയതാണ്. ഇത് ഇതിനകത്തുനിന്ന് ഒട്ടിച്ച് വെക്കണം ഗ്ലൂഗൺ വെച്ചിട്ട്. നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കമ്പോണൻസൊക്കെ സോൾവ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കാരണവശാലാണ് ഹീറ്റ് വരിക ആ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഒരു ഒറ്റ ക്ലിപ്പ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റീലിൻ്റെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഗ്ലൂഗൺ വെച്ച് നന്നായിട്ട് ടൈറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊന്നുകൂടി കട്ടി ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് സ്റ്റിക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളെ വയറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു വയറിങ്ങിൻ്റെ സൈഡിൽ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്യാൻ പറ്റില്ല നേരത്തെ, കാരണം കറണ്ട് പോയത് കൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് സോൾഡർ ചെയ്ത് നേരെ പിടിപ്പിച്ച് വെക്കുക.
ഓക്കെ, അടുത്തെല്ലെങ്കിലും സോൾഡർ ചെയ്യുന്നത് സോൾഡർ ചെയ്യുന്നത്. ഓക്കെ, അവിടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് സോൾഡർ ചെയ്യുക. സോൾഡറിങ് ഒരിക്കലും അത് വിട്ടുപോരാത്ത രീതിയിൽ വേണം നിങ്ങൾ സോൾഡർ ചെയ്യാൻ. കറക്റ്റ് ഇതൊന്ന് സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്തിട്ട് നമുക്ക് പിടിച്ച് നേരെ നിൽക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് സോൾഡർ ചെയ്യുകയാണ്. അതാണ് വീണ്ടും സോൾഡർ ചെയ്ത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കൊന്ന് അടിച്ചുവിട്ട് കാണാവുന്നതാണ് വീഡിയോ. ഓക്കെ, ഓക്കെ, ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെക്കാം. ഇതിനകത്ത് നേരെ ഇൻസുലേഷൻ ചെയ്യണം നമുക്കതാണ്. അതിൻ്റെ മുമ്പ് അതൊന്ന് ഒട്ടിച്ച് വെക്കണം. നമ്മുടെ ഒരു വയറും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വേണം കറക്റ്റ് വെക്കാം. നമുക്കൊന്ന് ഇൻസുലേഷൻ ആദ്യം ചെയ്യുക. എന്നിട്ട് ആ ഒരു വയറൊക്കെ പാടെ കൂടിയിട്ട് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഇൻസുലേഷൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഇത് ടൈറ്റായിട്ട് അവിടെ ഒന്ന് ഒട്ടി നിൽക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇതിലെ സിസ്റ്റം ഫാൻ വാങ്ങാനില്ലേ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും സിമ്പിളായിട്ട് നിർമ്മിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോക്ക് നോട്ടിഫിക്കേഷനിലേക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാൻ ആശംസിക്കുന്നു. സ്മീ ജാസ്മിൻ സൈനിങ് ഔട്ട്.